Hello friends. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് 2026 മോഡൽ ആക്റ്റീവ 125 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കാർ ZDCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഈ ഒരു വണ്ടി നമ്മൾ ഈ ഒരു കളർ നോക്കുവാണെങ്കിൽ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു കളറാണ്. 2026 വന്നൊരു കളറാണ്. പക്ഷെ വേറൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ബ്രോഷർ കണ്ട കളറല്ല ഇത്. ഇതൊരു നമ്മൾ ജസ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു കളറാണ് കണ്ടത്. പക്ഷെ വണ്ടി വന്നിട്ട് നോക്കുമ്പോൾ ഇതാണ്. പക്ഷെ കളർ കുഴപ്പമില്ല, നല്ലൊരു കളറാണിത്. നമുക്ക് ഒരു ഉദ്ദേശിച്ച കളർ അല്ലെങ്കിൽ പോലും നല്ലൊരു കളർ എന്ന് വേണം പറയാൻ. ഇനി നമുക്ക് ഇതിന്റെ മുൻഭാഗത്ത് തുടങ്ങുവാണെങ്കിൽ LED ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഹാലജൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു DRL ഇൻക്ലൂഡ് ആക്കി കാണാൻ പറ്റും. ക്രോമിന്റെ ഫിനിഷിംഗ് ഇവിടെയൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ക്രോം ഇവിടെയൊക്കെ ക്രോം വന്നിട്ടുണ്ട്. പക്ഷേ ക്രോം ഈ ഒരു കളറിനോട് നല്ല രീതിയിൽ ചേരുന്ന രീതിയിലുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഇത് അവിടെ ഒരു ഹോണ്ടേനെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ഈ ക്രാഷ് കാർഡൊക്കെ വണ്ടി വാങ്ങുമ്പോൾ തന്നെ കിട്ടിയിട്ടുള്ളതാണ്. നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ വലിയൊരു മഡ് ഗാർഡ് വന്നിട്ടുണ്ട്. ആ മഡ് ഗാർഡിന്റെ എൻഡിൽ ഒരു ബ്ലാക്ക് കവറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. ടെലസ്കോപ്പിക് ആയിട്ടുള്ള സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടയർ സൈസ് നോക്കുവാണെങ്കിൽ 12 ഇഞ്ചാണ് ഫ്രണ്ടിലേക്ക് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ അലോയ് വീലും വന്നിട്ടുണ്ട്. ടയർ സൈസ് പറയുകയാണെങ്കിൽ 90/12. പിന്നെ മുൻഭാഗത്ത് ബ്രേക്ക് ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. 130 mm ഡിസ്ക് ബ്രേക്ക് ആണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ കോമ്പി ബ്രേക്കും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഓവറോൾ നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ നല്ല അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള രീതിയിലുള്ള മിററും കൊടുത്തിട്ടുണ്ട്. ഹോണ്ടയുടെ തനതായ രീതിയിലുള്ള മിററാണ്. ഏകദേശം ഡിസ്റ്റർ വന്ന മുതലേ ഈ ഒരു മിറർ നമുക്ക് ഈ ഹോണ്ടയിൽ കാണാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിലാണ് ഇതിന്റെ ഓവറോൾ മുൻഭാഗത്തുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ നേരെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ടത് ഇവിടെ ഗ്യാസ് കുറ്റി കയറും കേട്ടോ. ഗ്യാസ് കുറ്റി വെച്ച് കൊണ്ടുപോകാൻ പാകത്തിലുള്ള ഒരു സ്പേസ് നമുക്ക് അവിടെ ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 162 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത്. പിന്നെ ഓവറോൾ നോക്കുവാണെങ്കിൽ ക്ലാസ് ആണ്. ഗ്രാഫിക്സ് എന്ന് പറയാൻ ഈ ഒരു ഭാഗത്തുള്ള ഒരു ഗ്രാഫിക്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. രസമുണ്ട് കാണാൻ. പിന്നെ വലിയ സീറ്റ് വന്നിട്ടുണ്ട്. 18 ലിറ്ററോളം ഇതിന്റെ സീറ്റിന്റെ ഉള്ളിൽ സ്പേസും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. പിന്നെ നോക്കുവാണെങ്കിൽ പിൻഭാഗത്ത് നോക്കുവാണെങ്കിൽ സൈലൻസറൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്ത് 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ് പിൻഭാഗത്തേക്ക് വന്നിട്ടുള്ളത്. പിന്നെ പിൻഭാഗത്തും അലോയ് വീലാണ് വന്നിട്ടുള്ളത്. അതിൽ 10 ഇഞ്ചാണ് അലോയ് വീൽ വരുന്നത്. 100/90/10 പിൻഭാഗത്തെ ടയർ സൈസ് വരുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഡിസൈനിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹോണ്ട ഒരു പാരമ്പര്യമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ഡിസൈനാണ്. വന്ന മുതൽ കാര്യമായ മാറ്റങ്ങളൊന്നും നമുക്ക് പറയാനില്ലെങ്കിൽ പോലും പുതിയ ഒരു 5G 6G എന്നൊക്കെ പറഞ്ഞ് പുതിയ വേർഷൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ മഡ്ഗാർഡിന്റെ ഈ ഒരു പോർഷൻ കറുപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓവറോൾ നോക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ വശത്ത് വരുന്നത്. പിന്നെ ഇതിന്റെ ഫുഡ് പെഡൽ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്, അലോയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ വശങ്ങളിലെ കാര്യം. പിന്നെ ഇത് നോക്കുവാണെങ്കിൽ നമ്മളെ ഈ ഗ്രാബ് റെയിൽ നോക്കുവാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് റെയിലാണ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡിസൈനിങ്ങും സെയിം തന്നെ പിന്തുടർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം ചെറിയ ചെറിയ മിനുക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ ആക്റ്റീവയുടെ ഒരു 125 ബാഡ്ജിങ് കാണാൻ പറ്റും. E20 ബാഡ്ജിങ് എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഫ്യൂവലിന്റെ അത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്പോഴത്തെ ഒരു ഇന്ത്യന്റെ സാഹചര്യം വെച്ചിട്ട്. ഇനി ഇതിന്റെ ഫ്യൂവൽ ഗേജ് നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതും ഒരു ഹൈലൈറ്റ് ആണ്. ഇവിടെ ഒരു ബട്ടണിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ രീതിയിലാണ് ഇതിന്റെ ഫ്യൂവൽ ഗേജ് വന്നിട്ടുള്ളത്. പുറത്തേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് പെട്രോൾ അടിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് പൊന്തിച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നുണ്ട് ഇതൊന്ന് തുറന്ന് അടിക്കണമെങ്കിൽ. അത് പെട്രോൾ പമ്പുകാർ നോക്കിക്കോളുമായിരിക്കും. ഇനി നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ മഡ്ഗാർഡ് കൊടുത്തിട്ടുണ്ട്, റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റിന്റെ പൊസിഷനൊക്കെ അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഓവറോൾ പിൻഭാഗത്തെ കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിന്റെ ഹാൻഡിലിന്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് ഹാൻഡിലിന്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഇതിലാണ് ഹാൻഡിൽ വന്നിട്ടുള്ളത്. ആവറേജ് ആയിട്ടുള്ള ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് എഞ്ചിൻ കിൽ സ്വിച്ച് അല്ല, ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് പ്ലസ് സെൽഫ് സ്റ്റാർട്ട് ആണ്. ഇവിടെയാണ് സെൽഫ് സ്റ്റാർട്ടിന്റെ ബട്ടൺ കൊടുത്തിട്ടുള്ളത്. ഇതിൽ പ്രസ് ചെയ്താണ് സെൽഫ് സ്റ്റാർട്ട് ഓൺ ആവും, അതായത് എഞ്ചിൻ ഓൺ ആവും. പക്ഷെ വണ്ടി ഓഫ് ആകണമെങ്കിൽ ഇത് ഞെക്കി കഴിഞ്ഞാൽ ഓഫ് ആവില്ല. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓൺ ആവുകയാണ് ചെയ്യുക. അത് ഓഫ് ആകണമെങ്കിൽ ഒന്നുകിൽ സൈഡ് സ്റ്റാൻഡ് ഇടണം, അല്ലെങ്കിൽ കീ ഓഫ് ചെയ്യണം. ഇനി നേരെ സെന്ററിലേക്ക് നോക്കുവാണെങ്കിൽ 4.2 ഇഞ്ചിന്റെ TFT ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അത് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഓൺ ചെയ്ത് വരുമ്പോൾ ഈ ഹോണ്ടേന്റെ ഇതൊക്കെ കാണുന്നു. കളർ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇവിടെ ലൈറ്റ് ഇൻഡിക്കേഷൻസ് ഒക്കെ കൊടുത്ത് കാണാൻ പറ്റും. ഇൻഡിക്കേറ്ററിന്റെ ബട്ടൺ ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഇത് എഞ്ചിൻ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ് ഇത് വരുന്നുണ്ട്, സെൻസർ വരുന്നുണ്ട്. ഇത് നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ എക്കോ മോഡിലാണുള്ളത്. ഇത് ടോക്കോമീറ്റർ, സ്പീഡോമീറ്റർ, അതുപോലെ തന്നെ ടൈം കൊടുത്തിട്ടുണ്ട്, ടോട്ടൽ കിലോമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്യൂൽ, അതായത് എത്ര കിലോമീറ്റർ കൂടി ഓടും എന്നുള്ള കാര്യവും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ജോയ്സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് റേഞ്ചും കാര്യങ്ങളൊക്കെ ഇതിൽ നോക്കിയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ മൊബൈൽ ആപ്പും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രീതിയിലാണ് ഓരോന്ന് വരുന്നത്. കുറെ ഫംഗ്ഷൻസ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഫ്യൂവലിന്റെ, റേഞ്ചിന്റെ, ഇത് സെറ്റിംഗ്സിന്റെ, ഇങ്ങനെ ഓരോ ബട്ടൺസ് ഇത് വെച്ചിട്ട് നമുക്ക് ഈ ജോയ്സ്റ്റിക്ക് വെച്ചിട്ട് ഈ ഒരു ഭാഗത്തൊരു ജോയ്സ്റ്റിക്ക് ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ മീറ്റർ മൊത്തം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ ഡിമ്മ്, ബ്രൈറ്റ്, പാസ് ഇവർ നല്ല രീതിയിൽ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട്. ആ പാസിന്റെ ഒക്കെ ബട്ടൺ ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതാ ജോയ്സ്റ്റിക്ക് നേരത്തെ പറഞ്ഞ ഇൻഡിക്കേറ്റർ ഹോണ്ട ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തുള്ള കളറൊക്കെ അടിപൊളിയാണ്. ഈ ഒരു കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം കളറാണ്. പക്ഷേ പ്ലാസ്റ്റിക് ക്വാളിറ്റി ആവറേജ് എന്ന് വേണം പറയാൻ.
ഈ ഒരു വശത്തേക്ക് നോക്കുവാണെങ്കിൽ ഹാൻഡിൽ ഈ രീതി കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുമ്പോൾ പണ്ടത്തെ അതേ രീതിയിൽ തന്നെയാണ് ഹാൻഡ് ബ്രേക്ക് വന്നിട്ടുള്ളത്. കാര്യമായ മാറ്റങ്ങളൊന്നും ഹാൻഡ് ബ്രേക്കിൽ വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. പിന്നെ നോക്കുവാണെങ്കിൽ ഇത് അവിടെ ഹോണ്ട ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും, രണ്ട് സ്ക്രൂസ് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്. നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയാണ് കീൻ്റെ ഓപ്ഷൻ വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും ഫ്യൂൽ ലീഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ആവറേജ് എന്ന് വേണം പറയാൻ. പിന്നെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഇതാ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഹുക്ക്. ഇതിൻ്റെ എത്ര കിലോ വരെ താങ്ങാമെന്ന് ലിമിറ്റ് കൊടുത്തിട്ടില്ല. പിന്നെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അവിടെ ഒരു USB-ൻ്റെ ചാർജിങ്, USB അല്ല C പോർട്ട് ചാർജിങ്, അതിൽ മാത്രം ആധുനികമായ മാറ്റങ്ങൾ വന്നത് കാണാൻ പറ്റും. പിന്നെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ കളറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ നമ്മുടെ ഈ ടയറിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഇവിടെയും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണുള്ളത്. ഇനി നമുക്ക് സീറ്റിൻ്റെ സ്പേസ് ഒന്ന് കാണിച്ചു തരാം. സീറ്റ് കൊടുക്കാൻ ഈ ബട്ടണാണ് വെക്കേണ്ടത്. ഈ രീതിയിലാണ് സീറ്റിൻ്റെ സ്പേസ് വരുന്നത്. 18 ലിറ്ററാണ് സ്റ്റോറേജ് വരുന്നത്. അത്യാവശ്യം ഒരു ഹെൽമെറ്റ് നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. പണ്ടത്തെ ഫ്യൂവലിൻ്റെ ഓപ്പണിംഗ് എവിടെയാണ് വന്നിട്ടുള്ളത് അതോ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ടൂൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്പാനറും ഒരു വീൽ സ്പാനറും ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ഹാൻഡിൽ കൊടുത്തില്ല. സ്ക്രൂ ഡ്രൈവറിൻ്റെ ഒരു ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഹാൻഡിൽ കാണുന്നില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് അടക്കാം. ഇനി നമുക്ക് ഇതിന്റെ എഞ്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ 123 cc 4 സ്ട്രോക്ക് SI എഞ്ചിനാണ് വരുന്നത്. എയർ കൂൾഡ് എഞ്ചിനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിന് പവർ വരുവാണെങ്കിൽ 8 PS 5000 RPM, അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് 10 Nm ടോർക്ക് 9000 RPM വരുന്ന ഒരു എഞ്ചിനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഇതാണ്. പിന്നെ വെയിറ്റ് വരുവാണെങ്കിൽ 107 കിലോ ആണ് വെയിറ്റ് വരുന്നത്. അത്യാവശ്യം റെസ്പോൺസീവ് ആണ്. പിന്നെ അത്യാവശ്യം ഭാരം വലിക്കാനുള്ള ഒരു കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ യൂസ് കൊടുത്തിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നും ആക്റ്റീവ് ചെയ്ത് വരെ പിന്നോട്ട് നിന്നിട്ടില്ലെന്ന് വേണം പറയാൻ. ആ ഒരു പെർഫോമൻസും കാര്യങ്ങളും ഇപ്പോഴും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ സാഡിൽ ഹൈറ്റ് പറയുകയാണെങ്കിൽ 764 mm ആണ് സാഡിൽ ഹൈറ്റ് വരുന്നത്. ഞാനിരിക്കുമ്പോൾ എനിക്ക് ഈ രീതിയിൽ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫ്യൂൽ ടാങ്ക് 5.3 ലിറ്റർ ഫ്യൂൽ ടാങ്ക് വരുന്നുണ്ട്. അതിൽ 1.3 ലിറ്റർ റിസർവും വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ മൈലേജ് 47 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത്. ഇത് കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്രത്തോളം കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് പിന്നെ പറയാൻ പറ്റുള്ളൂ, ഓടിയ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ ട്രാൻസ്മിഷൻ വരുന്നത് CVT ട്രാൻസ്മിഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ബെൽറ്റ് ഡ്രൈവ് ആണ് വരുന്നത്. ഇതാണ് ഇതിന്റെ ഓവറോൾ കാര്യങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ ഓവറോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് പറയുകയാണെങ്കിൽ ഏകദേശം 1,24,000 രൂപയാണ് ഈ ഒരു ഡിജിറ്റൽ സ്ക്രീൻ വരുന്ന വണ്ടിക്ക് വരുന്നത്. നേരെ ഇതിന്റെ അനലോഗിലേക്ക് വരുവാണെങ്കിൽ ഏകദേശം ഒരു 1,05,000 വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനം എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ക്രാഷ് കാർഡ് അതുപോലെ തന്നെ ഒരു ഹെൽമെറ്റും എക്സ്ട്രാ ഇതിന് വെച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.